Terminator Zero Episode 2 സ്പോയിലർ ടോക്ക്. സോ ഈ വീഡിയോയിൽ സ്പോയിലർ കണ്ടന്റ് ഉണ്ട്. സോ ഈ എപ്പിസോഡ് 2-ൽ തുടങ്ങുമ്പോൾ തന്നെ ടൈം ട്രാവലാണ് കാണിക്കുന്നത്. ആ ടെർമിനേറ്റർ സ്കൈനെറ്റിലുള്ള ടെർമിനേറ്റർ ഓൾറെഡി ടൈം ട്രാവൽ ചെയ്തു എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. ഈ എപ്പിസോഡിൽ ഈ റെസിസ്റ്റൻസ് ഫൈറ്റർ ഇങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിലേക്ക് ഇങ്ങനെ വരുന്നു. ആ നേരത്ത് അവിടെയുള്ള ആ റെസിസ്റ്റൻസിൻ്റെ ബേസിൽ ഒരു ടെർമിനേറ്റർ ഇൻഫിൽട്രേറ്റ് ചെയ്ത് വന്ന് അവരൊരു റാമ്പേജ് ഇങ്ങനെ നടത്തുകയാണ് അവിടെ. അത് കണ്ടുകൊണ്ടാണ് ഇവർ പാസ്റ്റിലേക്ക് പോകുന്നത്. അവിടെ ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്. വേറൊരു പെണ്ണ് കൂടെ ഉണ്ട്. അത് ആരാന്ന് ഇവർ പറയുന്നില്ല. അതും ഈ മെയിൻ ക്യാരക്ടറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറയുന്നില്ല. പിന്നെ ആ പ്രോഫറ്റിനെ കാണിക്കുന്നുണ്ട്. പിന്നെ അവിടെ എന്ത് സംഭവിച്ചു എന്ന് അധികം കാണിക്കുന്നില്ല. പിന്നെ 1997 അവിടെ എത്തിക്കഴിഞ്ഞ് ഈ പെണ്ണ് എങ്ങനെയെങ്കിലുമൊക്കെ ക്ലോത്തൊക്കെ കണ്ടുപിടിച്ച് തുണി കണ്ടുപിടിച്ച് പിന്നെ കാണിക്കുന്നത് ഈ മാൽക്കം ലീയുടെ വീട്ടിലാണ്. മാൽക്കം ലീയുടെ വീട്ടിൽ ഈ പിള്ളേർ പൂച്ച വെച്ച് ഇങ്ങനെ കളിക്കുന്നു. അപ്പോൾ അതിലേറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള കൊച്ചിന് പൂച്ചയോട് ഭയങ്കര ഇഷ്ടം. ആ കൊച്ച് പൂച്ചയെ വിട്ടു തരാൻ സമ്മതിക്കുന്നില്ല. പൂച്ചയെ മുറിച്ച് നോക്കാൻ ഏറ്റവും എൽഡസ്റ്റ് ആയിട്ടുള്ള പയ്യൻ പറയുന്നുണ്ട് അതിനകത്ത് എന്തൊക്കെ ഇലക്ട്രിക്കൽ കമ്പണൻ്റ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. പക്ഷേ ഈ യങ്ങസ്റ്റ് ആയിട്ടുള്ള കൊച്ച് അത് സമ്മതിക്കുന്നില്ല. ആ കൊച്ച് അത് പൂച്ച എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടും. അപ്പോൾ ഈ രണ്ട് പയ്യന്മാരാണെങ്കിൽ പേടിക്കും. അയ്യോ അച്ഛൻ്റെ നിന്ന് വഴക്ക് കേൾക്കുമല്ലോ എന്ന് വിചാരിച്ച് ഈ കൊച്ചിനെ തപ്പി ഇവർ രണ്ടുപേരും പുറത്തേക്ക് പോകും. ഹൗസ് മെയ്ഡ് ആ നേരത്ത് കൈ മുറിഞ്ഞ് കൈ കഴുകാൻ പോയിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അവരെങ്ങനെ പുറത്തേക്ക് പോയെന്നൊന്നും ഇവർക്ക് അറിയില്ല. പിന്നെ കാണിക്കുന്നത് മാൽക്കം ലീ ഇവിടെ ഇരുന്ന് അയാളുടെ ഫെസിലിറ്റിയിലിരുന്ന് കൊക്കറോയോട് സംസാരിക്കുന്നതാണ്. ആ AI സംസാരിക്കുന്നതാണ്. എനിക്ക് കഴിഞ്ഞ എപ്പിസോഡ് തെറ്റുപറ്റി. കാരണം ഈ കൊക്കറോ ഭാവി നടക്കുന്ന കാര്യമൊന്നും കാണിക്കുന്നില്ല. അത് വേറെന്തോ ആണ് ഒരു സീനാണ് കാണിച്ചത്. അതെങ്ങനെ അത് കൊക്കറോയുടെ കാര്യങ്ങളൊക്കെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നു. അതിനെന്തൊക്കെ നോളജ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയുള്ള ഡാറ്റ കളക്ഷനാണെന്ന് തോന്നുന്നു. അപ്പോൾ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്നൊക്കെയുള്ള രീതിയിൽ ഒരു തരം ഹാർട്ടുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നുള്ളൊക്കെ കാര്യമൊക്കെ ഇങ്ങനെ കാണിക്കുന്നൊരു സീനാണ്. അത് കണ്ടിട്ടാണ് ഞാൻ തെറ്റിദ്ധരിച്ചത് ഇത് ഭാവി കാണിക്കുകയെന്ന്. അങ്ങനെയല്ല, കൊക്കറോയ്ക്ക് ഭാവി കാണാൻ പറ്റുന്നില്ല. ഈ മെയിൻ ക്യാരക്ടർ മാൽക്കം ലീക്കാണ് ഭാവി ഉറപ്പായിട്ടും ഇങ്ങനെ നടക്കുമെന്ന് പുള്ളിക്ക് ഉറപ്പാണ്. ജഡ്ജ്മെൻ്റ് ഡേ നടക്കുമെന്ന് പുള്ളിക്ക് ഉറപ്പാണ്. അതെങ്ങനെയാണ് ഉറപ്പാന്ന് ഇതിനകത്ത് പറയുന്നില്ല. അതിങ്ങനെ ഇയാളിങ്ങനെ ഈ AI അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ അതിലൊരു പുതിയൊരു ആംഗിൾ കൊണ്ടുവരുന്നുണ്ട്. ഈ AI ഇങ്ങനെ പറയും, ഈ ഹ്യൂമൻസ് വർത്ത് സേവിങ് ആണോ? ഈ ഒരു പുതിയൊരു സ്കൈനെറ്റ് വന്ന് എല്ലാവരും തുടച്ചു നീക്കുന്നത് നല്ലതല്ലേ? ഹ്യൂമൻസ് എപ്പോഴും വാർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്പീഷിയാണ്. സോ അവരെ ഇറ്റ്സ് നോട്ട് വർത്ത് സേവിങ് എന്നുള്ളൊരു രീതിയിലൊരു ആംഗിൾ ഇങ്ങനെ വരുന്നുണ്ട് അതിനകത്ത്. ആ നേരത്താണ് ഈ കുട്ടികൾ പുറത്തേക്ക് പോയി എന്നുള്ള കാര്യം ഈ മെയ്ഡ് വിളിച്ച് പറയുന്നത്. അപ്പോൾ ഇയാൾ വേഗം മാൽക്കം ലീ വേഗം പുറത്തേക്ക് ഇറങ്ങി പോയി ഈ മെയ്ഡിനെ കണ്ടുപിടിക്കും. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ കൊച്ചുങ്ങളെ തിരയാൻ തുടങ്ങും. ആ നേരത്ത് ഒരു ടെർമിനേറ്റർ, ഫ്യൂച്ചറിൽ നിന്ന് വന്ന ടെർമിനേറ്റർ ഇവരെ അറ്റാക്ക് ചെയ്യും. പിന്നെ ഒരു നല്ലൊരു ആക്ഷൻ സീനാണ്. ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ വെച്ചൊരു ആക്ഷൻ സീൻ. ഇവരെ അറ്റാക്ക് ചെയ്യും. അവരെ സേവ് ചെയ്യുന്നത് ഈ റെസിസ്റ്റൻസ് ഫൈറ്റർ ആയിട്ടുള്ള ഈ പെണ്ണാണ് വന്ന് സേവ് ചെയ്യുന്നത്. സേവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ മാൽക്കം ലീ എന്നിട്ട് ഓടി രക്ഷപ്പെടുക, കൊച്ചുങ്ങളെ തപ്പിപ്പോവും. കൊച്ചുങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്കാണ് പോകണമെന്ന് ഇയാൾക്ക് മനസ്സിലായി. ഈ പൂച്ചയും കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇവരുടെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഏതോ സ്ഥലമാണ് ഈ അമ്യൂസ്മെൻറ്റ് പാർക്ക്. അപ്പോൾ ഈ ഏറ്റവും ചെറിയ കൊച്ചാണ് പോയത്. അപ്പോൾ ആ കൊച്ച് ഈ പൂച്ച ആയതുകൊണ്ടാണ് അച്ഛനെ ഇഷ്ടപ്പെടാത്തതെന്ന് പറഞ്ഞ കാര്യം ഈ മെയ്ഡ് ഈ മാൽക്കം ലീയുടെ അടുത്ത് പറയും. അപ്പോൾ ഇയാൾക്ക് തോന്നും ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്കായിരിക്കും പോകണമെന്ന് വിചാരിച്ച് ഇയാൾ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് പോകും. ഈ റെസിസ്റ്റൻസ് ഫൈറ്റർ ആണെങ്കിൽ ഈ മെയ്ഡിനെ എങ്ങനെയോ പിടിക്കും. മെയ്ഡിനെ പിടിച്ച് ചോദിക്കും ഇയാൾ എവിടെ പോയി എന്നൊക്കെ ചോദിക്കും. അതൊക്കെ അവിടം വരെ ഉള്ളൂ. അതാണ് സെക്കൻഡ് എപ്പിസോഡ് നിൽക്കുന്നത്. ഇത് എങ്ങനെ ഈ മാൽക്കം ലീക്ക് ഫ്യൂച്ചർ എങ്ങനെ അറിയാൻ പറ്റുന്നറിയില്ല. ഇനി അയാൾ ഫ്യൂച്ചറിൽ നിന്ന് വന്നതാണോ എന്നും ഒരു ഡൗട്ടുണ്ട് എനിക്ക്. ഇനി അതൊരു ട്വിസ്റ്റായിട്ട് കാണിക്കുമെന്നറിയില്ല. എനിവേസ് ഇത് അങ്ങനെ ഒരു ട്വിസ്റ്റ് വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ഇതുവരെ ആ ഒരു പുതിയ ന്യൂ ആംഗിൾ ഈ രണ്ടാമത്തെ AI ചോദിക്കുന്നു, ഇത് ഹ്യൂമാനിറ്റി ഈസ് നോട്ട് വർത്ത് സേവിങ് എന്നുള്ളൊരു ആംഗിൾ. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആംഗിളാണ്. ഫസ്റ്റ് 2 എപ്പിസോഡും നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്.